ഒരിക്കൽ ഒരു ദേശത്ത് ഒരുപാട് വേസ്റ്റ് സാധനങ്ങൾ, പഴയ സാധനങ്ങൾ ലേലം വിളിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇട്ടിരിക്കുക. അതിനൊരു ഡേറ്റ് നിശ്ചയിച്ചു, സമയം നിശ്ചയിച്ചു. പഴയ സാധനങ്ങളെല്ലാം ലേലം വിളിക്കുവാൻ വേണ്ടി ആൾക്കാരും വന്നു. ഒത്തിരി നല്ല സാധനങ്ങളുണ്ടായിരുന്നു. വില കൂടിയ സാധനങ്ങളുണ്ട്. ലേലം വിളിക്കുന്നത് കൊണ്ട് എല്ലാവരും വന്നു. ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വില കൂടിയ വിലയ്ക്ക് ലേലം വിളിച്ചെടുത്തു. എല്ലാം എടുത്തു. അവസാനം ഒരു ഗിറ്റാർ അവിടെ അവശേഷിച്ചു. അതാർക്കും വേണ്ട. നോക്കിയപ്പോൾ അതിൻ്റെ കമ്പിയെല്ലാം പൊട്ടിക്കിടക്കുന്നു, പൊടി പിടിച്ചിരിക്കുന്നു. അത് കാണാൻ വലിയ ലുക്കില്ലാതിരിക്കുന്നു. നല്ല സാധനങ്ങളെല്ലാം വില കൂടിയ വിലയ്ക്ക് എല്ലാവരും വിളിച്ചുകൊണ്ടുപോയി. ഈ ഒരു ഗിറ്റാർ മാത്രം ആരും വിളിക്കാതെ പൊടി പിടിച്ച് അതിൻ്റെതായ കമ്പികളെല്ലാം പൊട്ടി ഇങ്ങനെ കിടക്കുക. പലവട്ടം എടുത്ത് ലേലം വിളിച്ചിട്ടും ആരും വിളിക്കുന്നില്ല. ഇതുമാത്രം ആരും വിളിക്കുന്നില്ല. അപ്പോൾ ഒരു വയോധികനായ മനുഷ്യൻ, നല്ല പ്രായമുള്ളൊരു മനുഷ്യൻ മുന്നോട്ട് വന്ന് ആ ഗിറ്റാറിനെ ഒന്ന് കയ്യിലെടുത്ത് അതിൻ്റെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് അത് പൊട്ടിക്കിടന്ന കമ്പിയെല്ലാം അതിൻ്റെതായ രീതിയിൽ കെട്ടി അതിനെ റിപ്പയർ ചെയ്ത് അത് നല്ലൊരു ഗിറ്റാറാക്കി അവിടെ വച്ചില്ല. ആ വയോധികനായ മനുഷ്യൻ തനിക്കറിയാവുന്നുള്ളൊരു പഴയ ഗാനം പാടി, ഗിറ്റാർ തട്ടി ഒരു പാട്ടുപാടി. എല്ലാവരും കൈ തട്ടി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഗിറ്റാറിനെ. എന്നിട്ട് ആ ലേലം വിളിക്കുന്നതിൻ്റെ നടുവിൽ വച്ചിട്ട് ആ വയോധികനായ മനുഷ്യൻ മാറി. അതിൻ്റെ ഓണറോട് പറഞ്ഞു ഇനി ലേലം വിളിക്കാൻ പറഞ്ഞു. ആ ഗിറ്റാർ ലേലം വിളിക്കാൻ ആയിരങ്ങൾ കൂടി. പുറകോട്ട് കാല് വലിച്ചു നിന്നവരും മാറി നിന്നവരും വേണ്ടെന്ന് പറഞ്ഞവരും അതിനെ വേസ്റ്റെന്ന് പറഞ്ഞവരും മാറ്റിയിട്ടവരും ഇനി ഇതാരും കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞവരും ഇതിനി ആർക്കും ഉപയോഗമില്ലെന്ന് പറഞ്ഞവരെല്ലാം മുന്നോട്ട് വന്നു. പോയവരെല്ലാം മുന്നോട്ട് വന്നു. മാറ്റിയിട്ടവരെല്ലാം മുന്നോട്ട് വന്നു. തുപ്പിയിട്ടവരെല്ലാം മുന്നോട്ട് വന്നു. പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞവരെല്ലാം മുന്നോട്ട് വന്നു. പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞവരെല്ലാം മുന്നോട്ട് വന്നിട്ട് ലേലം വിളിക്കാൻ തുടങ്ങി. കേട്ടോ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അന്നത്തെ ലേലത്തിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് പോയ സാധനം ഈ ഗിറ്റാറായിരുന്നു. കാരണം എന്തെന്നറിയാമോ? ആമേൻ. അതിനെക്കുറിച്ച് അറിവുള്ളവൻ കരങ്ങളിലെടുത്തു. അതിൻ്റെതായ ചീറ്റലുകളും പൊട്ടലുകളും മാറ്റി അതിൻ്റെ പൊടിപടലങ്ങൾ കളഞ്ഞു. അതിനെ കയ്യിലെടുത്തൊന്ന് ഉപയോഗിച്ചു. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. നിന്നെ ആരെങ്കിലും വേസ്റ്റ് എന്നെ എഴുതിയിട്ടെങ്കിൽ, നിന്നെ ആരെങ്കിലും പുറംകാല് കൊണ്ട് തട്ടിയെറിഞ്ഞെങ്കിൽ, നിന്റെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പിയെങ്കിൽ, അവൻ നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, നിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, നീ വേസ്റ്റ് ആണെന്ന് പറഞ്ഞെങ്കിൽ, ഈ 2025 നിന്നെ തുപ്പിയവരുടെ മുമ്പിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്നെ എഴുതി തള്ളിയവരുടെ മുമ്പിൽ, നിന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ, നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, നീ കള്ളനെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, ഇന്ന് പകൽ സ്വർഗത്തിലെ കർത്താവിന്റെ മുമ്പിൽ നീ താണു കൊടുത്തത് കൊണ്ട്, ഇന്ന് പകൽ സ്വർഗത്തിലെ കർത്താവ് നിന്നെ കരങ്ങളിലെടുത്തത് കൊണ്ട് മാറ്റിയിട്ടവർ നിന്റെ മുമ്പിലേക്ക് വരാൻ പോകുകയാ. നിന്നെ കുറിച്ച് അപമാനം പറഞ്ഞവർ മുമ്പിലേക്ക് വരാൻ പോകുക, നിന്റെ അരികിലേക്ക് വരാൻ പോകുകയാ.